അത് പറയാം. explanation of photoelectric effect. Photoelectric effect. അതായത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പം ഒരു മെറ്റൽ സർഫസിലോട്ട് ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ആ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്തിട്ട് കറണ്ട് ഉണ്ടാകുന്ന ഒരു ഫിനോമിനോണെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുക. ഓക്കെ, പ്രവീൺ എത്രത്തോളം ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇടയ്ക്ക് വെച്ചാണല്ലോ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുക. ഡൗട്ട് ഉള്ളത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഞാൻ എന്തായാലും ഇത് ബാക്കി പുതിയ ബാച്ച് തുടങ്ങുമ്പോൾ എടുത്തു തരാം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, അപ്പം നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ തന്നെ ഇവിടെ ഒരു പടം തന്നെ ഇങ്ങനെ അങ്ങ് വരച്ചോ. അതായത് ഒരു ഇവാക്യുവേറ്റഡ് ചേമ്പർ, റഫായിട്ട് വരച്ചാൽ മതി. ഒരു ഇവാക്യുവേറ്റഡ് ചേമ്പർ വരച്ച് വെക്കും, എൻ്റെ കൂടെ വരച്ച് വെക്കും. ഇവാക്യുവേറ്റഡ് ചേമ്പർ, ഒരു ഇവാക്യുവേറ്റഡ് ചേമ്പർ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് ഇവിടെ ഞാനൊരു ഹോൾ ഇടുകയാണ്. എന്നിട്ട് അവിടെ ഞാനൊരു വിൻഡോ പിടിപ്പിക്കുകയാണ്. വെട്ടം കയറാൻ വേണ്ടി. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ എന്താണ്, ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ കാഥോഡ് റേ ആനോഡ് റേ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ നമ്മൾ സെറ്റപ്പ് അറേഞ്ച് ചെയ്ത പോലെ ഞാൻ ഇവിടെ ഒരു മെറ്റൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഈ മെറ്റലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, അയോണൈസേഷൻ എനർജി വളരെ കുറവുള്ള ഒരു മെറ്റലാണിത്. അതിനർത്ഥം എന്തുവാ, പെട്ടെന്ന് ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ കഴിവുള്ള മെറ്റൽസ് ആയിരിക്കും. സീസിയം, പൊട്ടാസ്യം, സോഡിയം ഒക്കെയാണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇവിടെയായിട്ട് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലേറ്റ് വെച്ചു. ഇവൻ്റെ ചാർജ് പോസിറ്റീവ്ലി ചാർജാണ്. എന്നിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ നേരെ കൊണ്ടുപോയിട്ട് ഒരു കീയുടെ സഹായത്തോടു കൂടി ഒരു സെല്ലിലോട്ട് കണക്ട് ചെയ്യുന്നു. സെല്ലിലോട്ട് കണക്ട് ചെയ്യുമ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇത് എന്താണ്, ചെറിയ ടെർമിനൽ കണക്ട് ചെയ്യണം. കാരണം ഈ നമുക്ക് ഇജക്ട് ചെയ്യേണ്ട മെറ്റലുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലായിരിക്കണം. പിന്നെന്താ, ഇത് പോസിറ്റീവ് ടെർമിനൽ. പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താ, ഒരു അമ്മീറ്റർ നമ്മൾ ഘടിപ്പിക്കുന്നു, കറണ്ട് ഉണ്ടായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഇപ്പം ഇവിടെ സൂര്യൻ്റെ വെട്ടം ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ഇവിടെ സൂര്യൻ്റെ വെട്ടം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സൂര്യൻ്റെ വെട്ടത്തിൽ നിന്ന് ലൈറ്റ് റേസ് എന്തായാലും ഈ ജനലിനകത്തൂടെ എന്ത് ചെയ്യും, വേണ്ട ഈ മെറ്റൽ സർഫസെ വന്ന് വീഴുമല്ലോ. ഈ മെറ്റൽ സർഫസെ വന്ന് വീണ് കഴിഞ്ഞാൽ ഈ മെറ്റലിനകത്തുള്ള ആറ്റങ്ങളിലുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യുന്നറിയാമോ, ഇജക്ട് ചെയ്ത് പുറത്തേക്ക് പോവുകയും ആ പുറത്തേക്ക് പോയിട്ട് തന്നെ ഈ ടെർമിനലോട്ട്, ഇത് പോസിറ്റീവ് ടെർമിനലല്ലേ, അപ്പോൾ ഈ പോസിറ്റീവ് ടെർമിനലിലോട്ട് ഇതെന്ത് ചെയ്യും, ഇത് അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഇലക്ട്രോൺസ് തന്നെ ഇതുവഴി വന്ന് സാധാരണഗതിയിൽ ഇപ്പം നോക്കിയേ, ഇപ്പം ഇവിടെ ഞാൻ സൂര്യൻ ഇവിടെ ഞാൻ വിൻഡോ അടച്ചു വെച്ചിരിക്കുക. ഈ വിൻഡോ ഞാൻ അടച്ചു വെച്ചിരിക്കുക. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മളെങ്ങനെ പഠിച്ചത് കഴിഞ്ഞ വർഷം കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത്, നെഗറ്റീവിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങനെ പോയിട്ട് ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇലക്ട്രോൺസിന് ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് കീ കൊടുക്കുവാണെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഇവിടെ നെഗറ്റീവ് ടെർമിനകത്ത് മൊത്തം ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകി എവിടം വരെ വരുള്ളൂ, ഇവിടം വരെ വരുള്ളൂ. ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടോ, ഇല്ല. അപ്പോൾ പിന്നെ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഒഴുകുമോ, ഇല്ല. പക്ഷേ ഈ വിൻഡോ ഞാൻ ഓപ്പൺ ആക്കിയ സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ, ഈ അമ്മീറ്റർ റീഡിങ് കാണിക്കാൻ തുടങ്ങി. അതിനർത്ഥം എന്തോ, ഇലക്ട്രോൺസ് ഇതുവഴി ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതല്ലേ. അതുകൊണ്ടല്ലേ അമ്മീറ്റർ റീഡിങ് കാണിക്കുന്നത്, ആണല്ലോ. അപ്പോൾ അതെങ്ങനെ സാധിച്ചെന്ന് സ്വിച്ച് കണക്ട് ചെയ്തതാ. ഇവിടെ ഇപ്പം ഞാൻ സ്വിച്ച് ഇവിടെ ശ്രദ്ധിച്ചേ, ഇതിപ്പോൾ സ്വിച്ച് കണക്ട് ചെയ്തിട്ടില്ല. ഞാനിവിടെ ഈ സ്വിച്ചിനെ കണക്ട് ചെയ്യാൻ പോകും. കണ്ടോ, ഇത് തമ്മിൽ കണക്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും ഇവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം, ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകി ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഈ പോസിറ്റീവ് ടെർമിനൽ വരെ വരണം. അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് വരും. പക്ഷേ ഇലക്ട്രോൺസ് ഇവിടം വരെ അല്ലേ വരത്തുള്ളൂ. കീ കൊടുത്താലും അതെന്തുകൊണ്ടാണ്, ഇവർ തമ്മിൽ കണക്ഷൻ ഇല്ല. പക്ഷേ ഇത് നിങ്ങൾ ജനൽ തുറന്നിട്ടിട്ടാണ് ഇത് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ജനൽ തുറന്നിട്ടിട്ട് നിങ്ങൾ കീ കൊടുത്താൽ ഉണ്ടല്ലോ, ജനൽ തുറന്നിട്ടിട്ട് നിങ്ങൾ കീ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് തന്നെ ഇങ്ങനെ പോയിട്ട് എന്താണ്, ഈ അമ്മീറ്ററിനകത്ത് റീഡിങ് കാണിക്കുന്നതാണ്. ഇലക്ട്രോൺസ് ഇങ്ങനെ പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് കറണ്ട് ഈ ഡയറക്ഷനിൽ പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അമ്മീറ്റർ റീഡിങ് കാണിക്കും. ഓക്കെ, അതെങ്ങനെ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഐൻസ്റ്റീൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐൻസ്റ്റീൻ പറയുന്നത് എന്താണെന്നറിയാമോ, ഇവിടെ ഒന്ന് ലൈറ്റ് റേ ഇവിടെ വന്ന് വീണെന്ന് വിചാരിക്കുക, കുറേ ലൈറ്റ് റേസ് ഇവിടെ വന്ന് വീണെന്ന് വിചാരിക്കുക.
അപ്പം ഇതിനകത്തുള്ള ഇലക്ട്രോൺസിന് അത്യാവശ്യം സഫീഷ്യന്റ് എനർജി കിട്ടുകയും ആ എനർജിയുടെ ഭാഗമായിട്ട് ഇലക്ട്രോൺസിന്റെ പുറത്ത് ചാടിയിട്ട് ഇവിടെ നിന്ന് പോസിറ്റീവ് ടെർമിനൽ ആയതുകൊണ്ട് ഈ പോസിറ്റീവ് ടെർമിനലിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ വരെ വന്നിട്ട് പോസിറ്റീവ് കോമ്പിനേഷൻ നടന്നിട്ട് കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഈ ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാകുമ്പോൾ ഇവിടെ അമ്മീറ്റർ റീഡിങ് ആക്കി. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്, ലൈറ്റിന്റെ സഹായത്തോടു കൂടി കറണ്ട് ഉണ്ടായി. അതുകൊണ്ടാണ് ഇതിനെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഇതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ്. പക്ഷേ എല്ലാ സണ്ണിന്റെ റേയും വന്ന് വീണ് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇജക്ഷൻ നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവിടെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം അവിടെ അവർ പറയുന്നത് ഒരു മിനിമം ഫ്രീ, നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ എന്നാ പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ ജോഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ 1 സെക്കൻഡിൽ നിങ്ങൾ ചിലപ്പം 1 സ്റ്റെപ്പേ വെക്കത്തുള്ളായിരിക്കും. എന്നാൽ നിങ്ങൾ 100 മീറ്റർ റേസിന് ഓടുന്ന സമയത്ത് 1 സെക്കൻഡിൽ ചിലപ്പോൾ നിങ്ങൾ 5 സ്റ്റെപ്പ് വെക്കുമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അവിടെ ഫ്രീക്വൻസി കൂടുതലാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ് ആണ്. അപ്പം ഫ്രീക്വൻസി കൂടിയാൽ എനർജി കൂടുമെന്നാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറയുന്നത്. അപ്പം പ്ലാങ്ക്സ് എന്ത് ചെയ്തു, ഇതിനെ ഈ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആക്കാം, അല്ലെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഈക്വൽ ടു ഇട്ടിട്ട് ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഈ കോൺസ്റ്റന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഈ കോൺസ്റ്റന്റ് നമ്മൾ എന്ത് വിളിക്കും, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നു. അപ്പം ഒരു റേയുടെ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഈക്വൽ ടു എച്ച് ന്യൂ ആയിരിക്കും. എല്ലാ റേസിനും എന്താണ്, എല്ലാ റേയും വേവ് ആയിട്ടാണ് വരുന്നത്. ആ വേവിന് ഒരു ഫ്രീക്വൻസി കാണും. ആ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിനൊരു എനർജി കാണും. ഫ്രീക്വൻസി കൂടുതലുള്ള റേ ആണെങ്കിൽ അതിന്റെ എനർജിയും കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കുറവുള്ള റേ ആണെങ്കിൽ അതിന്റെ എനർജി കുറവായിരിക്കും. നമ്മൾ ജോഗ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എനർജിയും 100 മീറ്റർ ഓടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എനർജി രണ്ടും രണ്ടാണ്. 100 മീറ്റർ ഓടുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി കൂടുതലാണ്, ഇതുകൊണ്ട് എനർജി ഭയങ്കര കൂടുതലായിരിക്കും. മനസ്സിലായോ? അതാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ നിന്നൊരു കാര്യം നോക്കാം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നോട്ട് തരാമേ. ഇപ്പം ഈ വന്ന് വീഴുന്ന ലൈറ്റ് റേന് എനർജി ഉണ്ടല്ലോ, ആ എനർജി എന്താ, ഈ ഈക്വൽ ടു എച്ച് ന്യൂ ആണ്. എന്നാൽ ഈ ഈക്വൽ ടു എച്ച് ന്യൂ എനർജി ഇവിടെ വന്ന് വീണെന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടണമെന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ മെറ്റലിന് ഒരു മിനിമം എനർജി വേണം. ആ മിനിമം എനർജി ഉണ്ടെങ്കിൽ, ആ മിനിമം എനർജിയോ അതിൽ കൂടുതലോ വന്ന് വീണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് എല്ലാ റേസിനും ഉള്ള എനർജി എച്ച് ന്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ റേസിലുള്ള അല്ലെങ്കിൽ എല്ലാ എനർജിയിലും ഉള്ള എന്താണ് റേസ് വന്നിട്ട് ഈ മെറ്റൽ സർഫസ് വീണ് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇജക്ഷൻ നടക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. കാരണം എല്ലാ മെറ്റലിനും എന്തുണ്ടെന്ന് അറിയാമോ, അവൻ്റേതായിട്ടുള്ളൊരു മിനിമം എനർജി ഉണ്ട്. ആ മിനിമം എനർജിക്ക് ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ വന്നാൽ മാത്രമേ ഇലക്ട്രോൺ ഇജക്ഷൻ നടക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മിനിമം എനർജി നമ്മൾ പറയുന്ന പേരാണ് എന്താണെന്നറിയാമോ, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയും. എന്താണ്? വർക്ക് ഫംഗ്ഷൻ എന്ന് പറയും. ആ വർക്ക് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ W0 എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്, Ψ0 എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് എന്ത് തന്നെയാണ്, എനർജി തന്നെയാണ്. ഈ തന്നെയാണ്, ഈനെ വേറെ രീതിയിൽ എഴുതുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ത് തന്നെയായിരിക്കും, എച്ച് ന്യൂ എന്ന് തന്നെ ആയിരിക്കത്തില്ലേ? പക്ഷെ എച്ച് ന്യൂ എന്നല്ല, W0 H ν0 എന്നായിരിക്കും. അതായത് മിനിമം എനർജി വേണ്ടപ്പം അവിടെ ഒരു ഫ്രീക്വൻസിയും എന്ത് വേണമായിരിക്കും, മിനിമം ഫ്രീക്വൻസി വേണം. മിനിമം എനർജിയെ നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുമെങ്കിൽ മിനിമം ഫ്രീക്വൻസിയെ നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, നോക്കിയോ. ഇപ്പം ഇത് സീസിയം എന്ന് പറയുന്ന മെറ്റലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സീസിയം എന്ന് പറയുന്ന മെറ്റലിനകത്ത് നമുക്ക് ഇജക്ഷൻ നടക്കണം. സീസിയം എന്ന് പറയുന്ന മെറ്റലിന് ആവശ്യമായിട്ടുള്ള വർക്ക് ഫംഗ്ഷൻ, അതിന്റെ W0യുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ജൂളാന്ന് വിചാരിക്കുക. ഓക്കെ, ഈ വന്ന് വീഴുന്ന ലൈറ്റ് റേയുടെ എനർജി 80 ജൂളാന്ന് വിചാരിക്കുക. ഈ ഈക്വൽ ടു എച്ച് ന്യൂ, അതായത് ഈ ഈക്വൽ ടു എച്ച് ന്യൂയുടെ വാല്യൂ 80 ജൂളാന്ന് വിചാരിക്കുക. വേണ്ടത് എത്ര, 100 ജൂള്. നടക്കുമോ ഇജക്ഷൻ? കറണ്ട് ഉണ്ടാവുമോ? ഇല്ല. ഈ കണ്ടീഷനിൽ കറണ്ട് ഉണ്ടാകത്തില്ല. ഓക്കെ, ഇനി W ഈക്വൽ ടു 100 ജൂള് തന്നെയാണ് വേണ്ടത്. നമ്മൾ വന്ന് വീഴുന്ന ലൈറ്റ് റേയുടെ എനർജി എന്ന് പറയുന്നത് 100 ജൂള് തന്നെയാണെന്ന് വിചാരിച്ചു. ഇജക്ഷൻ നടക്കുമോ? ഇജക്ഷൻ നടക്കും, പക്ഷെ കറണ്ട് ഉണ്ടാവത്തില്ല. ഇനി ഒരു കണ്ടീഷനോട് ഉണ്ട്, പറയാം. W0 100 ജൂൾ വേണം, പക്ഷെ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഒരു 150 ജൂളാന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, കറണ്ട് കാണാൻ പറ്റും.
കാരണം ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യമുള്ള എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. ഇലക്ട്രോൺ മൂവ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ചുകൂടെ കൂടുതൽ എനർജി കൊടുത്തെങ്കിൽ അതിനൊരു കൈനറ്റിക് എനർജി കിട്ടത്തുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് അത് മൂവ് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇജക്റ്റ് ചെയ്ത് ഇത് പുറത്ത് നിൽക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം ഇവിടെ 50 ജൂൾ എനർജി കൂടുതൽ കിട്ടി. ആ 50 ജൂൾ എനർജി വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഇലക്ട്രോൺസ് കൈനറ്റിക് എനർജി കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് ഇവിടെ കറണ്ട് ഉണ്ടാവും. അപ്പം ഇവിടെ കറണ്ട് ഉണ്ടാകത്തില്ല, ഇജക്ഷനും നടക്കത്തില്ല. ഇവിടെ ഇജക്ഷൻ നടക്കും, പക്ഷെ കറണ്ട് ഉണ്ടാകത്തില്ല. ഇവിടെ ഇജക്ഷനും നടക്കും, കറണ്ടും ഉണ്ടാവും. മനസ്സിലായോ? അപ്പം ഓൺലൈൻ ഇരിക്കുന്നവർക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് ഇത് ജസ്റ്റ് അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞതാണ്. ഇനി നമ്മൾ ഇതിനെപ്പറ്റി എഴുതാൻ പോവാണ്. പ്രവീണിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ പ്രവീൺ? മനസ്സിലായി. എടാ CCM ആണ് യൂഷ്വലി എടുക്കുന്നത്. അയണൈസേഷൻ എനർജി കുറവുള്ളത്. ഞാനിപ്പോൾ നോട്ട് തരാം. ഇവിടെ നോക്കിയോ? അത് നോട്ടിനകത്തുണ്ട്. എല്ലാവരും നോക്കിയോ? അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കിയോളൂ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സ്പ്ലനേഷൻ എഴുതി ഈ പടം ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ചിട്ടേക്കുക. പടം വരയ്ക്കുന്ന സമയത്ത് അവിടെ നിന്ന് ലൈറ്റ് റേ വന്ന് വീഴുന്നത് കാണിക്കുക. എന്നിട്ട് അതിന് E=H ന്യൂ എനർജി എന്ന് കാണിക്കുക. ഇലക്ട്രോൺസ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഡയറക്ഷനിലോട്ട് പോകുന്നു എന്നും കൂടെ കാണിക്കുക. അപ്പോൾ അമ്മീറ്ററിനകത്ത് റീഡിങ് ദെൻ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇവിടെ നിന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഇനിയും എഴുതുക. ഇനിയും ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. എ സാറ്റിസ്ഫാക്ടറി explanation of photoelectric effect was first given by Albert Einstein using Planck's quantum theory. Planck's quantum theory. രണ്ടാമത്തെ ഡോട്ട് ഇട്ടിട്ട് എഴുതുക. according to him when a photon of sufficient energy strikes the metal surface, it transfers its energy to the electrons in the atom of the metal and the electrons are ejected without any time lag. അടുത്തലോട്ട് എഴുതുക. energy of incident radiation, energy of incident light rays are used for two purpose. ഒന്നെന്ന് എഴുതിയിട്ട് to eject electron. രണ്ടെന്ന് എഴുതിയിട്ട് to increase the kinetic energy of electron. To increase the kinetic energy of electrons.
മുരളീധരൻ്റെ ഇവിടെ മേടിച്ചു നോക്കും പുള്ളിയുടെ കടയിൽ. അടുത്ത ഡോട്ടിൽ എഴുതുക ഗ്രേറ്റർ ദ എനർജി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണ് കേട്ടോ. റേഡിയേഷൻ greater will be the emission of light. Greater will be the emission of light. Emission of electrons. ശരിയല്ലേ? കൂടുതൽ എനർജിയിലുള്ള ലൈറ്റ് റേസ് ആണോ വന്ന് വീഴുന്നെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇജക്ട് ചെയ്യും. ഓക്കെ, അത് എഴുതുക. അടുത്ത ഡോട്ട് there exists a minimum energy for each metal to eject electrons from it. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ദ മിനിമം എനർജി ഡെഫിനിഷൻ ആയിട്ട് എങ്ങനെ എഴുതുന്നത്? ദ മിനിമം എനർജി റിക്വയർഡ് ടു eject an electron from the surface of a metal is called work function. There also exists a minimum frequency below which no electron emission takes place. Takes place. This frequency is called threshold frequency. This frequency is called threshold frequency. Threshold frequency. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയ ഡെറിവേഷൻ, ഒരു ഇക്വേഷൻ കൂടി ഡെവലപ്പ് ചെയ്തെടുക്കാം. നമുക്കറിയാം വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ എനർജി എന്താ? ഇ ആണ്. ഇ ഈസിക്വൽ ടു എച്ച് ന്യൂ ആണ്. ആണ്. വേണ്ട എനർജി എന്താ? വർക്ക് ഫംഗ്ഷൻ W0 ഈസിക്വൽ ടു എന്താ? നിങ്ങളെ സൈസ് 0 എന്നാണെങ്കിൽ അങ്ങനെ എടുക്കണേ. W0 ഈസിക്വൽ എന്താ? എച്ച് ന്യൂ 0. ശരിക്കും വന്ന് വീഴുന്ന എനർജി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? വന്ന് വീഴുന്ന എനർജി രണ്ട് പർപ്പസിന് വേണ്ടിയാണ്. ഒന്ന് വർക്ക് ഫംഗ്ഷൻ. എന്തിനാ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇജക്ട് ഇലക്ട്രോൺ പ്ലസ് എന്താണ്? കൈനറ്റിക് എനർജി. ഇങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എച്ച് ന്യൂ ഈസിക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് എന്താ? കൈനറ്റിക് എനർജി എഴുതാം. അവിടുന്ന് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0 ഈസിക്വൽ ടു എന്താ? കൈനറ്റിക് എനർജി. അവിടുന്ന് എച്ച് കോമൺ എടുത്തു കഴിഞ്ഞാൽ ന്യൂ മൈനസ് ന്യൂ 0 ഈസിക്വൽ എന്ത് വരും? കൈനറ്റിക് എനർജി എന്ന് വരും. ഇനി എനിക്ക് ഇജക്ട് ചെയ്ത ഇലക്ട്രോണിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈ കൈനറ്റിക് എനർജിക്ക് ഹാഫ് mv² കൊടുത്തിട്ട് v കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെ വരും? h ഇൻറ്റു ഓൾസോ h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 ഈസിക്വൽ എന്താ?
ഹാഫ് എം വി സ്ക്വയർ ആണ്. എനിക്ക് വി സ്ക്വയർ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? എച്ച് ഇതിനെ ഇങ്ങോട്ടും ഈ എമ്മിനെ താഴോട്ടും കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ 2h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ ഡിവൈഡഡ് ബൈ എം ഈസിക്വൽ ടു എന്തെന്ന് വരും? വി സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് വി ഈസിക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 2h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ ഡിവൈഡ് ബൈ എന്താ? എം. ഇതാണ് നമ്മുടെ അവിടെ ഇജക്റ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി. ഇതാണ് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി. എഴുതി. വർക്ക് ഫംഗ്ഷൻ അനഘയൊക്കെ ഓക്കെയാണോ? അനഘ, പാർവണയൊക്കെ ഓക്കെയാണോ? ഓക്കെയാണ് സർ. ജന്ന ഓക്കെയാണോ? ജന്ന ഓക്കെയാ സർ. അനുഷ്ക ഓക്കെയാണോ? ഓക്കെയാണ്. ഇനി ഒരു കാര്യം കൂടെ എഴുതണം. എഴുതി. പ്രവീൺ എഴുതാൻ പറ്റുന്നുണ്ടോ? പ്രവീൺ വരുന്നുണ്ട്. അർജുൻ ഓക്കെയാണോ? അർജുൻ, ജ്യോതിഷനൊക്കെ ഓക്കെയാണോ? ഓക്കെയാണ് സാർ. ഓക്കെ. ഒരു കാര്യം കൂടെ എഴുതണം, നോക്കിക്കോളൂ. നമ്മൾ ഇപ്പം വന്ന് വീഴുന്ന ഇൻസിഡന്റ് റേഡിയേഷന്റെ എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അതിന്റെ ഫ്രീക്വൻസി ആണെന്ന് പഠിച്ചിട്ടാണല്ലോ E ഈസിക്വൽ ടു എച്ച് ന്യൂ എന്നാക്കിയത്. ആണോ? ആണ്. എങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടെ എഴുതണം. ചില ന്യൂമറിക്കല്ലാത്ത ഒരു 2-3 കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കണം. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. ഒരു ഡോട്ട് ഇട്ടിട്ട് ഓൾസോ kinetic energy of the emitted electrons kinetic energy of emitted electrons is directly proportional to kinetic energy of emitted electron is directly proportional to frequency of incident radiation frequency of incident radiation. ഇത് രണ്ട് കോണ്ടെക്സ്റ്റിലുള്ള സാധനമാണ്. നേരത്തെ അതിൻ്റെ തന്നെ എനർജി അതിൻ്റെ തന്നെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആയിരുന്നു അല്ലേ? ശരിയല്ലേ? എന്നാൽ ഇപ്പോൾ ഇവിടെ എന്താ വന്നത്? ഇൻസിഡന്റ് റേഡിയേഷന്റെ ഫ്രീക്വൻസിക്ക് ഇജക്റ്റ് ചെയ്ത ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറയുന്നത്. നേരത്തെ എന്താ പറഞ്ഞത്? ആ വരുന്ന ലൈറ്റ് എനർജിക്ക് വരുന്ന ലൈറ്റ് ഫ്രീക്വൻസിക്ക് തന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? അതായത് വരുന്ന ലൈറ്റ് ഫ്രീക്വൻസി എന്താണോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇജക്റ്റ് ചെയ്ത ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി അല്ലേ? ഇൻസിഡന്റ് റേഡിയേഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലയോ? KE ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ എന്ന് എഴുതത്തില്ലയോ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് KE ഈസിക്വൽ ടു എന്തെന്ന് എഴുതാം? KE ഈസിക്വൽ ടു H ന്യൂ എന്ന് എഴുതാം.
അപ്പം മറ്റേത് ഇത് രണ്ട് കോണ്ടെക്സ്റ്റ് ആണ്. എന്താണ് മറ്റേത് എനർജി ആരുടെ എനർജിയാണ്, വന്ന് വീഴുന്ന ലൈറ്ററുടെ എനർജി. ഇവിടെ ഈ എനർജി ആരുടെ എനർജിയാണ്, വെളിയിൽ നിന്ന് വരുന്നതല്ല, അവിടെ നിന്ന് ഇജക്ട് ചെയ്ത് ഇലക്ട്രോൺ അങ്ങോട്ട് മൂവ് ചെയ്യുന്നതിന്റെ കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് മറ്റേ കൈനറ്റിക് എനർജി ഈസിക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ മാത്രമല്ല, കൈനറ്റിക് എനർജി ഈസിക്വൽ ടു എച്ച് ന്യൂ എന്ന് വേണമെങ്കിലും എഴുതിയിട്ട് കണ്ടുപിടിക്കാം. ചിലപ്പോൾ ഈ രണ്ട് ഫ്രീക്വൻസി രണ്ടായിട്ട് തരത്തില്ല, ഇത് മാത്രമേ തരുള്ളൂ. അപ്പോഴും നിങ്ങൾക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ? ഇത് അടുത്ത വർഷം നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അവിടെയൊക്കെ ഈ ഇക്വേഷന് വളരെയധികം പ്രാധാന്യമുള്ളതുകൊണ്ട് ഞാൻ എടുത്തു പഠിപ്പിച്ചതാണിത് കേട്ടോ. ഇനി ഒരു ഡോട്ട് ഇട്ട് ഒരു കാര്യം കൂടി എഴുതിക്കോ. ഇജക്റ്റഡ് ഇലക്ട്രോൺ ആർ ഓൾസോ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺ. അടുത്തത് ഹെഡിങ് എഴുതിക്കോ, ആറ്റോമിക് സ്പെക്ട്ര. ഇവിടെ മുതൽ നിങ്ങളുടെ സങ്കല്പങ്ങൾക്കൊക്കെ അല്ല സങ്കല്പങ്ങൾക്കപ്പുറം ഉള്ള കുറേ കൺസെപ്റ്റുകളാണ് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പം അതങ്ങനെയാണെന്നുള്ള കാര്യം ചിന്തിക്കുക. എന്നിട്ട് മനസ്സൊക്കെ ഇച്ചിരി അല്ലെങ്കിൽ ബ്രെയിനൊക്കെ ഇച്ചിരി ബ്രോഡാക്കി ചിന്തിക്കുക. അല്ലാതെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പോലെ ചിന്തിക്കരുത്. അറ്റോമിക് സ്പെക്ട്ര അല്ലെങ്കിൽ സ്പെക്ട്രം. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടുള്ളൊരു ടോപ്പിക്കാണ് അറ്റോമിക് സ്പെക്ട്രം. ഇവിടെ ശ്രദ്ധിച്ചോണം. അറ്റോമിക് സ്പെക്ട്രം എന്താണ്? ആറ്റോമിക് സ്പെക്ട്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു. സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. 7 കളറിനെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രം. എന്നാൽ 7 കളറിനെ മാത്രമല്ല സ്പെക്ട്രം എന്ന് പറയുക. അന്നുണ്ടായിരുന്ന നമുക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് അത്രയും പഠിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഈ സ്പെക്ട്രം എന്ന് പറയുന്നത് ഈ കളറിനപ്പുറത്തോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത കുറേ റേഡിയേഷൻസ് ഉണ്ട്. അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. മറ്റേത് നമ്മൾ പഠിച്ചത് വിസിബിൾ സ്പെക്ട്രമാണ്. ഓക്കെ. ആറ്റോമിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. മാക്സ് പ്ലാങ്ക്സ് തന്നെ പറഞ്ഞായിരുന്നു, ഒരു ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? റേഡിയേഷൻ എമിറ്റ് ചെയ്യും. നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എനർജി പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ ക്ഷീണിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പം ഏതൊരു ചാർജ് പാർട്ടിക്കിൾ ആണെങ്കിലും പുറത്തേക്ക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് 7 ടൈപ്പായിട്ടാണ്. ചില ആറ്റം ഗാമ റേഡിയേഷൻ ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്, ചില ഇലക്ട്രോൺസ്. ചില ചാർജ് പാർട്ടിക്കിൾ എക്സ്റേസ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. ചില ചാർജ്ഡ് പാർട്ടിക്കിൾ വിസിബിൾ സ്പെക്ട്രം ആയിരിക്കും. വിസിബിൾ ആയിട്ടുള്ള നമുക്ക് റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ അതായിരിക്കും എമിറ്റ് ചെയ്യുന്നത്. ചില ഇലക്ട്രോൺസ് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇപ്പം ഈ പറഞ്ഞ റേഡിയേഷൻ അല്ല ഏതാ? ഗാമാ റേ, എക്സ്റേ, UV റേ, അൾട്രാവയലറ്റ്, അതേപോലെ തന്നെ എന്താ വിസിബിൾ സ്പെക്ട്രം, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇവരെ എല്ലാവരെയും ഇൻഫ്രാറെഡ്, റേഡിയോസ്, മൈക്രോ ഇവരെ എല്ലാവരും കൂടെ ഒരുമിച്ച് പറയുന്നതാണ് ആറ്റോമിക് സ്പെക്ട്രം. ഇതിൽ ഈ ഗാമാ റേ, എക്സ്റേ, UV റേനെ നമുക്ക് നേക്കഡായി കൊണ്ട് കാണാൻ പറ്റില്ല. ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവിനെ നമുക്ക് നേക്കഡായി കൊണ്ട് കാണാൻ പറ്റത്തില്ല. നമുക്ക് ഇതിനിടയ്ക്കുള്ള വിസിബിൾ സ്പെക്ട്രം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് അതില്ല എന്നുള്ളതല്ല, അതുണ്ട്. നമ്മൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിലോട്ട് വെട്ടം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അങ്ങനെ ഒരു വെട്ടം വരുന്നതുകൊണ്ടല്ലേ നമ്മുടെ ബോഡിക്കകത്തോട്ട് കയറിയിട്ട് ആ അകത്തുള്ള ബോണിൻ്റെ ഇമേജ് എടുക്കുന്നത്. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്ക് വെച്ചിട്ടൊക്കെ നമുക്ക് വേറെ മെത്തേഡ് വെച്ചിട്ടൊക്കെ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. നമുക്ക് വേറെ ടെക്നോളജി ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. സ്പെക്ട്രോമീറ്ററുകളുണ്ട്, അങ്ങനെ കുറേ സാധനം വെച്ച് നമുക്ക് കാണാൻ പറ്റും. അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ആറ്റോമിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കേണ്ടത്? ആറ്റത്തിനകത്തുള്ള ചാർജ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ പുറത്തോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന റേഡിയേഷനെ, അതിൻ്റെ നമുക്കറിയാം റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം വേവ് ആയിട്ടാണല്ലോ പോകുന്നത്. ആണല്ലോ. ആ വേവിന് എന്തായാലും ഒരു വേവ് ലെങ്തും ഫ്രീക്വൻസിയും കാണും. ഉണ്ടല്ലോ. വേവ് ആകുമ്പോൾ ഒബ്വിയസ്ലി അതിനൊരു വേവും കാണും, വേവ് ലെങ്തും കാണും, ഫ്രീക്വൻസിയും കാണും. ആ ഫ്രീക്വൻസിയുടെയും വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പം എഴുതിക്കോ, ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തന്നെയാണ്.
arrangement of electromagnetic radiation, electromagnetic radiation in the increasing order of wavelength or decreasing order of frequency. And vice versa. എങ്ങനെയാ? ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്തും ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയും ഒറ്റ കൺസെപ്റ്റ് ആണ്. ഇനി വേറെ ഓപ്ഷൻ എന്താ? ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്തും ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി അങ്ങനെയും വരാം. ഓക്കെ, ആൻഡ് വൈസ് വേഴ്സ. നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് എന്താണെന്നറിയോ? വേവ് ലെങ്തിന്റെ ഇൻക്രീസിങ് ഓർഡറും ഫ്രീക്വൻസിയുടെ ഡിക്രീസിങ് ഓർഡറിലുമാണ് ഈ സ്പെക്ട്രം എഴുതാൻ പോകുന്നത്. അങ്ങനെ എഴുതുവാണെങ്കിൽ ആദ്യം എന്ത് വരുമെന്ന് അറിയാമോ? ആദ്യം ഗാമാ റേ വരും, ഗാമാ റേ. പിന്നെ എക്സ്റേ വരും, പിന്നെ യു വി റേ വരും, അൾട്രാ വയലറ്റ്. പിന്നെ വിസിബിൾ ലൈറ്റ് വരും, ഏതാ? ഇങ്ങനെ എഴുതി ഞാൻ പറഞ്ഞുതരാം, ആരോ ഇട്ട് തരാം. വിസിബിൾ ലൈറ്റ്. അടുത്തത് നമ്മൾ എഴുതുന്നത് എന്താണ്? ഇൻഫ്രാറെഡ്. അടുത്തത് മൈക്രോവേവ്. അടുത്തത് റേഡിയോ വേവ്സ്. ഇതിനിടയ്ക്കൊക്കെ കുറേ ടൈപ്പ് വേവ് ഉണ്ട്, അതൊന്നും നമുക്ക് പറഞ്ഞു കൊടുത്ത്. ഇതിൻ്റെ മുമ്പിൽ കോസ്മിക് റേ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ട്, അതൊന്നും നമ്മൾ പഠിക്കുന്നത്, നമുക്ക് പഠിക്കാനുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന എന്ത് ഓർഡറാണെന്നറിയാമോ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. ഗാമാറയ്ക്ക് വേവ് ലെങ്ത് വളരെ കുറവും റേഡിയോ വേവ്സിന് വേവ് ലെങ്ത് വളരെ കൂടുതലുമാണ്. ഇൻക്രീസിങ് ഓർഡർ ലാസ്റ്റ് എഴുതിയേക്കുന്ന റേഡിയോ വേവ്സ്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്, ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഈ വിസിബിൾ ലൈറ്റിൻ്റെ താഴെ വേണമെങ്കിൽ നിങ്ങൾ എഴുതിയിടാം എന്താണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീന്, യെല്ലോയ്, ഓറഞ്ച്, റെഡ്. കണ്ടോ? ഇങ്ങനെയായിരിക്കും വരിക. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ. വിബ്ജിയോർ എന്നല്ലേ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ എഴുതിയിട്ടേ പിന്നെ ഓർഡർ തന്നെ കാണാൻ പഠിക്കണം. ചിലപ്പോൾ എന്താണ് അറ്റോമിക് സ്പെക്ട്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ മതി അറേഞ്ച്മെന്റ് ഓഫ്, എന്നിട്ട് ഇതിൻ്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതണം. മനസ്സിലായോ? വലിയ പരീക്ഷയ്ക്കൊന്നും ഇതൊന്നും ചോദിക്കാൻ പോകുന്നില്ല, ഇതിലും വലിയ സാധനങ്ങളൊക്കെ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗത്തൊക്കെ കുറേ സാധനങ്ങളുണ്ട്. വലിയ പരീക്ഷയ്ക്കൊന്നും ഇതൊന്നും പ്രതീക്ഷിക്കേ വേണ്ട. ഇപ്പോൾ ഉള്ള പരീക്ഷയ്ക്ക്, ഓണപ്പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്പെക്ട്രം എന്താ? നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്നത് ഒറ്റ കാര്യമുള്ളൂ, വിസിബിൾ, ഇല്ലേ? അപ്പോൾ ആ വിസിബിളിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വിസിബിളിനെ വെച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാനായിട്ട് പോകുന്നത്. അപ്പം എഴുതുക, ഫീച്ചേഴ്സ് ഓഫ് അറ്റോമിക് സ്പെക്ട്രം. ഫീച്ചേഴ്സ് ഓഫ് അറ്റോമിക് സ്പെക്ട്രം. അറ്റോമിക് സ്പെക്ട്രം. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ച കാര്യമാണ് എഴുതാൻ പോകുന്നത്. when a white light pass through when a white light pass through a prism it split into a band of 7 colors known as spectrum,
and this phenomenon is called, and this phenomenon is called dispersion. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പ്രിസം ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് വരയ്ക്കാം. റഫായിട്ട് വരച്ചിട്ട് എന്ത് ചെയ്യുക, അതിലൂടെ ഒരു വൈറ്റ് ലൈറ്റ് കടത്തി വിടുക. നമുക്ക് അതിൻ്റെ രണ്ട് എഡ്ജിലുള്ള പടം ഇത് മാത്രം വരച്ചാൽ മതി. എന്താ, ഏറ്റവും മുകളിൽ എന്തായിരിക്കും, ഏറ്റവും മുകളിൽ റെഡ് ആയിരിക്കും അല്ലേ, ഏറ്റവും താഴെ എന്തായിരിക്കും, ഏറ്റവും താഴെ വയലറ്റ് ആയിരിക്കും. ഇത് വയലറ്റ്, ഇത് റെഡ്, ശരിയല്ലേ അല്ലേ? ഓക്കെ, ഇത് വരയ്ക്കണം. ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ചിട്ടാൽ മതി. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചാർക്കാം. കാരണം എന്താ, ഇവിടെ നമുക്കറിയാം ഇതിങ്ങനെ പോകേണ്ടതായിരുന്നു. റെഡിന് എത്രയും ഡീവിയേഷൻ സംഭവിച്ചു, അതിൽ നിന്ന് റെഡിന് ഇത്രയും ഡീവിയേഷനും വയലറ്റിന് എത്രയും ഡീവിയേഷൻ സംഭവിച്ചു, ഇത്രയും സംഭവിച്ചു. അതിൻ്റെ കാരണം ഡീവിയേഷനും വേവ് ലെങ്തും യൂണിവേഴ്സലി പ്രൊപ്പോർഷനലാണ്. വേവ് ലെങ്ത് കൂടുതലുള്ള ആൾ റെഡാണ്, റെഡിന് ഡീവിയേഷൻ കുറവായിരിക്കും. വേവ് ലെങ്ത് കുറവുള്ള ആൾ വയലറ്റ് ആണ്, അതിന് ഡീവിയേഷൻ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കഴിഞ്ഞ വർഷം പഠിപ്പിച്ച കാര്യങ്ങൾ കുറേ ഞാൻ ഇവിടെ എഴുതാൻ പോവാം. വയലറ്റ് എന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് എഴുതുക, വയലറ്റിൻ്റെ ഫ്രീക്വൻസി ഹൈ ആയിരിക്കും, ഹൈ ഫ്രീക്വൻസി. അടുത്തത് എനർജി, ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ വെച്ചിട്ട് എനർജി എന്തായിരിക്കും? എടാ, ഫ്രീക്വൻസി കൂടുതലാണ്, എനർജി കൂടുതലായിരിക്കത്തില്ലേ? അതല്ലേ പ്ലാങ്ക്സ് ലോ പറയുന്നത് ഇല്ലേ? അപ്പോൾ എന്താ, ഹൈ എനർജി. അതേപോലെ എന്താ, സ്കാറ്റർ ചെയ്യും. നമ്മൾ കഴിഞ്ഞ വർഷം സ്കാറ്ററിങ് പഠിച്ചായിരുന്നു. ഏറ്റവും കൂടുതൽ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ് ഏതാ, വയലറ്റോ? ഏറ്റവും സ്കാറ്ററിങ് കുറവാണോ വയലറ്റിന്? ഫ്രീക്വൻസി കൂടുതലാകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിളൊക്കെ തട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെതറും. ഫ്രീക്വൻസി കുറവാകുമ്പോൾ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. അപ്പം അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾ തട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാറ്റർ ചെയ്യൂല. റെഡ് സ്കാറ്ററിങ് കുറവ്. അതുകൊണ്ടാണ് റെഡിനെ ഡേഞ്ചർ സിഗ്നലായിട്ടും റെഡിനെ ആംബുലൻസിൻ്റെ ലൈറ്റായിട്ടും എന്താണ് റെഡിനെ ട്രാഫിക് സിഗ്നലിൽ സ്റ്റോപ്പ് സിഗ്നലായിട്ടും ഹസാർഡ് ലൈറ്റായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം പഠിപ്പിച്ചാണോ മക്കളെ? തിരിഞ്ഞു പോലെ ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്, ഇവിടെ സ്കാറ്ററിങ് എന്തായിരിക്കും, കൂടുതലായിരിക്കും, ഹൈ സ്കാറ്ററിങ്. ഇനിയും ഇവിടെ നമുക്ക് വേവ് ലെങ്ത് എഴുതുമ്പോൾ എന്താണ്, ലെസ്സർ വേവ് ലെങ്ത് അല്ലെ ഷോർട്ടർ വേവ് ലെങ്ത്. അതാ കുറച്ചുകൂടെ ഷോർട്ടർ വേവ് ലെങ്ത്. ഇനി ഇതേപോലെ തന്നെ റെഡിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. എന്താ, ലോ ഫ്രീക്വൻസി, ലോ എനർജി, ലോ സ്കാറ്ററിങ്. ഏതാ, അതും കൂടെ എഴുതിക്കോ കേട്ടോ, ഡീവിയേഷനും കൂടെ എഴുതിക്കോ. ലോ സ്കാറ്ററിങ്. അതേപോലെ ഇവിടെ എന്താ, ലോങ്ങർ വേവ് ലെങ്ത്. ഇവിടെ ഡീവിയേഷൻ കൂടുതൽ, അതും കൂടെ എഴുതിയാൽ. അതായത് റെഡിന് ഡീവിയേഷൻ കുറവാണ്, ലെസ് ഡീവിയേഷൻ. ഇവിടെ മോർ ഡീവിയേഷൻ. അപ്പൊ ഈ സ്പെക്ട്രം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഈ 7 കളറിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് പഠിക്കാൻ പറ്റുന്ന 7 സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഗാമ റേയും അതൊന്നും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേക്കടായും കൊണ്ടൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അതിനെപ്പറ്റി പഠനം നടത്താനായിട്ട് പറ്റത്തില്ല, മനസ്സിലായോ? അപ്പോൾ നമുക്ക് പഠനം നടത്താൻ പറ്റുന്ന സ്പെക്ട്രം ഏതാണ്? ആറ്റോമിക് സ്പെക്ട്രത്തിലെ വിസിബിൾ ഏരിയയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഇനി പഠനം കൂടുതലായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പം അത് വെച്ചിട്ട് പഠിക്കുന്ന സമയത്ത് ഈ ആറ്റോമിക് സ്പെക്ട്രത്തെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. എന്താണെന്നറിയോ? ഒന്ന് അബ്സോർപ്ഷൻ സ്പെക്ട്രം, ഒന്ന് കണ്ടിന്യൂസ് സ്പെക്ട്രം, ഒന്ന് എമിഷൻ സ്പെക്ട്രം.
ഇതൊക്കെ ചുമ്മാ ബൈ ഹാർട്ട് ചെയ്ത് ഒരിക്കലും പഠിക്കരുത്. ഇതെന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത വർഷങ്ങളിൽ ഇതൊക്കെ ഉപകാരപ്പെടുത്തുള്ളൂ. അടുത്ത വർഷം ഇതിൻ്റെയൊക്കെ ടോപ്പ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ വരുന്നുണ്ട്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ. അപ്പോൾ അവിടെ നമുക്ക് നല്ലതായിട്ട് മനസ്സിലാവണമെന്നുണ്ട്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ബോർ കൺസെപ്റ്റ്, എന്താണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, അതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടം തൊട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം, കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, അത് പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ടൈപ്സ് ഓഫ് അറ്റോമിക് സ്പെക്ട്ര ആണ് അടുത്ത ഹെഡിങ് എഴുതാം. ഇത് എഴുതിയില്ലേ? ഇത് വേണ്ട. ഏതാ? ടൈപ്സ് ഓഫ് അറ്റോമിക് സ്പെക്ട്രം. ടൈപ്സ് ഓഫ് അറ്റോമിക് സ്പെക്ട്രം ഹെഡിങ് എഴുതുക. Types of atomic spectrum. Atomic spectrum. ഒന്ന് continuous spectrum. Continuous spectrum. അടുത്തത് absorption spectrum. Absorption spectrum. അടുത്തത് emission spectrum. Emission spectrum. Continuous spectrum, absorption spectrum, emission spectrum. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കാം. അതായത് നിങ്ങൾ ഇത് ഇച്ചിരി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അതേപോലെ നിങ്ങളുടെ മനസ്സിൽ കാണണം. ഈ സ്പെക്ട്രം ഞാൻ ഇപ്പോൾ നമ്മൾ ഒരു പടം വരച്ചായിരുന്നു. എന്താ, നമ്മളൊരു പ്രിസത്തിനകത്തൂടെ ഒരു വൈറ്റ് ലൈറ്റിനെ കടത്തി വിട്ടപ്പോൾ അതെന്തായി, അത് 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ശരിയല്ലേ? 7 കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റി. ആണോ? ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇതിനെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു ഗ്ലാസ് വെക്കണം. ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഒരു സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നൊരു ഡിവൈസ് വെച്ചിട്ട് ഇതിനെ നമുക്ക് നോക്കിയാൽ എന്താ, ഈ ഗ്ലാസ്സിൽ ഇത് ഒന്ന് പതിഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. ഇത് ബോർഡർ ഉണ്ടോ? ഇതിന് ഒരു കളറും അടുത്ത കളറും തമ്മിൽ വല്ല ബോർഡർ ഡിഫറൻസ് വല്ലതും ഉണ്ടോ? മഴവില്ല് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു റെഡിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ്, അത് കഴിഞ്ഞ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. ഒന്നിനോട് ഇഴകി ചേർന്നായിരിക്കുന്നത്. ആ ഇഴകി ചേർന്നിരിക്കുന്ന സ്പെക്ട്രത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിനിടയ്ക്ക് ഗ്യാപ്പ് വരുന്ന സ്പെക്ട്രം ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ ബാക്കി 2 എണ്ണം ഉണ്ടായത്. അപ്പോൾ ഗ്യാപ്പ് വരുന്ന സ്പെക്ട്രം ഉണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം? ഈ സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. ഡിഗ്രിക്ക് നമുക്ക് സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് ഈ ഇതിൻ്റെ തിക്നെസ്, അതായത് ഒരു കളർ, അതായത് ഇപ്പം നമുക്കൊരു ഒരു എക്സ്പെരിമെൻറ്റ്, ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു, അപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ടെന്നത് ഈ CDL സ്പെക്ട്രം ഫോം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലേ? അതിൻ്റെ ഓരോ കളറിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ സ്പെക്ട്രോമീറ്ററൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇച്ചിരി പാടാ, കിട്ടത്തില്ല, ഭയങ്കര പാടാ. അപ്പോൾ അത് വെച്ചിട്ട് നോക്കിയാൽ അതിൻ്റെ തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു കളർ എത്ര തിക്നെസ് ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പം അതാണ് സ്പെക്ട്രത്തെ വാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. എന്താ? സ്പെക്ട്രോമീറ്റർ. ആ സ്പെക്ട്രോമീറ്ററിനകത്തൂടെ നിങ്ങൾ ഇത് നോക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് മറ്റേ കളറുമായിട്ട് മിക്സ് ആയിട്ടിരിക്കുന്ന ആ ഒരു സ്പെക്ട്രത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂസ്. അതായത് പ്രിസത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ലൈറ്റ് പ്യുവർലി എന്തായിരിക്കും? ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കും എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഓക്കെ, അപ്പം അത് ഇവിടോട്ട് എഴുതാം. ആദ്യം എഴുതിക്കും കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് എഴുതിക്കും. കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് എഴുതിക്കും. കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് എഴുതാം. എന്നിട്ട് എന്താ എഴുതേണ്ടത്? വെൻ എ വൈറ്റ് ലൈറ്റ്, നേരത്തെ എഴുതിയത് തന്നെ. വെൻ എ വൈറ്റ് ലൈറ്റ് pass through a prism. White light passes through a prism. Passes through a prism. It gets split into a band of 7 colors. A band of 7 colors. Known as spectrum.
എന്നിട്ട് എഴുതുക ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സ്പെക്ട്രം, കണ്ടിന്യൂസ് സ്പെക്ട്രം and has no boundaries, and has no boundaries. That is one color merge with other, one color merge with other. എടുത്തേ അയ്യോ കുനിയ ഞാൻ എടുത്തോളാം പോട്ടെ, ഞാൻ എടുത്തോളാം. കുഞ്ഞുങ്ങളെ ഞാൻ ഇന്ന് ഇത്രമേ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ.